കിച്ചന്റെ പണി തീർന്നില്ല അല്ല. ഇപ്പൊ ഒരു കിച്ചന്റെ പണി ഇപ്പൊ തീർന്നിട്ടുള്ളൂ. ഇതാ പെയിന്റ് അടിച്ച് കഴിഞ്ഞ് അപ്പോഴേക്കും അടുത്ത കിച്ചണിലേക്ക് വീണ്ടും ഇറങ്ങി. ഇത് എത്ര കൊല്ലം കിട്ടിട്ട് ഈ കിച്ചൺ? ഇതൊക്കെ അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞ കിട്ടിയില്ലേ? ഉമ്മ കാരണല്ലേ ലക്ഷറി ടാക്സ് വന്ന് നമുക്ക് പറയാണ്ടോ? അതായത് ഈ കിച്ചൺ വരെ ആണെങ്കിൽ നമ്മളെ പിന്നെ വീടിന്റെ സ്ക്വയർ ഫീറ്റ് 2,900 നിൽക്കുന്നു. 900 നിൽക്കുന്നു. ഉമ്മ ഇത് കെട്ടിയോട് കൂടി എല്ലാം സീരിയസ് ആയിട്ട് പിന്നെ ഇത് കാര്യം തന്നെയാണ്. ലക്ഷറി ടാക്സ് ആജീവനം നടക്കേണ്ട സാധന. നാളത്തോടെ തീരുന്നില്ല. ഉമ്മാന്റെ ഈ ഒരു കെട്ടല് കാരണം ഈ മരിച്ചാലും ഞാൻ മരിച്ചാലും അടക്കണം. അവസാനം വരെ ഈ വീടുള്ള കാലം വരെ അടക്കണം. അന്ന് നമുക്ക് അറിയില്ലേനോ. പിന്നെ മുനിസിപ്പാലിറ്റിന്റെ ആള് വന്നിട്ട് ടാക്സ് എഴുതി അങ്ങനെ തന്നപ്പോഴാണ് ഞമ്മക്ക് പറഞ്ഞത്. അത് പറഞ്ഞു കൊടുക്കേ അങ്ങോട്ട് ഇത് ഇവിടുന്നേ ചെറിയ ചെറിയ പ്രാണികൾ ഇങ്ങനെ വീഴുമല്ലോ. അപ്പൊ അതൊന്നും ഇല്ലാതാക്കാൻ വേണ്ടിട്ടുള്ള ഒരു സീലിംഗ് ആണ്. അല്ലാതെ ആഡംബരത്തിന് ചെയ്യല്ല, ഭംഗിക്ക് മാത്രമല്ല. ഭക്ഷണത്തിലേക്ക് അടുക്കളയാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി വേണ്ടത്. ഭക്ഷണത്തിലേക്ക് ഒരു സാധനം ഒന്ന് പൊടിയോ ഒന്നും വീഴാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇത് സീലിംഗ് ചെയ്യുന്നത്. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോ സീറ്റ് ഇട്ടിരുന്നല്ലോ, പിന്നെ രണ്ടാമത് പിന്നെ സീലിംഗിന്റെ ആവശ്യം എന്താ? അത് ആവശ്യമാണ്, അതുകൊണ്ടാണ്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ആരൊന്നും വിചാരിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ പറയാ, അവര് വിചാരിക്കേ ഇതെവിടെ ഇങ്ങനെ സീലിംഗ് വരും. പിന്നെ ലൈറ്റ് എത്ര പോയിന്റ്? 1 2 3 1 2 ഉള്ളൂ. അല്ല അതാ 1 2 ഇട്ടിട്ടുള്ളൂ. 3 ഇട്ടിട്ടില്ല. അവിടെ പോയിന്റ് ഉണ്ട്, അവിടെ നിന്നുണ്ട്, ഇവിടെ ലൈറ്റ് ഉണ്ട് ഓൾറെഡി. ഇവിടെ നിന്നുണ്ട്. മൊത്തം എത്ര പോയിന്റ് അറിയോ? 1 2 3 4 5 പോയിന്റ് ആയി. 5 പോയിന്റ് ആയി. പിന്നെ ഇതാ കബോർഡുകൾ പിടിപ്പിക്കും. ഇവിടെ ഗ്രാനൈറ്റ് ഇടും, ജനവാല് പിടിപ്പിക്കും. അതുപോലെ ഇവിടെയും ഡോറ് പിടിപ്പിക്കും, കബോർഡ് ചെയ്യും. ഇല്ല, ഇതൊന്നും ചെയ്യൂല. ഇന്നിപ്പോ ചെയ്യണത് സീലിങ്ങും ജനവാതിലും. എന്തറിയോ ഇന്ന് ചെയ്യാത്ത എന്തറിയോ? അതിന് ഇത് അടിക്കാണ്ട് കബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിക്കാൻ പറ്റില്ല. എന്താ ചെയ്യല്ലേ? അവിടെ തട്ട് വെക്കാൻ നമുക്ക് അത് ആണോ? അതാ ഇതൊരു എക്സ്ട്രാ പണിയാ. ഇന്നലെ വരെ ഇല്ലായിരുന്നു. ഇത് മൊത്തത്തിലുണ്ടാ ഈ കമ്പേശിയില്ലേ? അതാ ഇനി ഇതിന്റെ മുകളില് ഒരു തട്ട് കൊണ്ടുവരണം. അപ്പൊ 2 തട്ട് വെക്കല്ലേ? അടിയിലും വെക്കാം, മേലും വെക്കാം. അതന്നെ പറയേ. അതൊക്കെ ഈ കൂടുതൽ വാങ്ങിപ്പിച്ചതാ. ഇതെന്ന് ഗോതമ്പോ ആർക്കുള്ള? പട്ടിക്കുള്ള. അഞ്ഞ് വേറെ എന്തൊക്കെയാ ഇവിടെ ചെയ്യുന്നേ പറഞ്ഞു? സൈഡോട്ട് വലിച്ചു പൊട്ടിക്കല്ലേ, ജസ്റ്റ് ഊരിയാ മതി. നമ്മളെ ബോസാണ് ചെയ്യുന്നത്. ഹായ്. പിന്നെ ഓക്കെ, ഇന്ന് അടിപൊളി ആക്കുന്നാണ് പറഞ്ഞത്. അടിപൊളി ആക്കിയാൽ ഞാൻ നമ്പർ കൊടുക്കും. എന്താ അങ്ങനെ എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ പറഞ്ഞു കൊടുക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം. മൂപ്പര് സംസാരിക്കില്ല കേട്ടോ ഗൈസ്. അപ്പം അടുക്കള അടിപൊളിയായി. ഇന്ന് ഉമ്മാന്റെ വർക്ക് ഏരിയ അടിപൊളിയാണോന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക്. നമ്മള് ചിത്രേച്ചിടെ പോയി വരും. ആ രാവിലെ 7 മണിക്ക് പോയി. ഓക്കെ, അപ്പോൾ ശരി, ഇനി അടുത്ത പണികൾ നോക്കാം ഗൈസ്. നമ്മൾ പിന്നെ അടുക്കളേൻ്റെ വർക്ക് ഏരിയൻ്റെ വർക്കാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ റോഡ് പണി നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ആ കാണുന്ന പോയിന്റ് മുതൽ ഇങ്ങനെ വന്ന് ഇവിടെ വരെ കോൺക്രീറ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. മഴ പെയ്തില്ലെങ്കിൽ നാളെ മറ്റന്നാളോ കോൺക്രീറ്റ് ചെയ്യും. ഇവിടെ പുല്ല് വെട്ടുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തീർക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കുറച്ച് മെറ്റലും മണലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള സാധനം വാങ്ങുക. ഒരു 8 6 ചാക്ക് സിമെൻറ്റ് വാങ്ങുക, പണി തീർക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ കല്യാണത്തിന് കുളവും. ഡാഡി അത് അങ്കിയിറക്ക്. ഞാനൊന്ന് പുറത്ത് വരെ പോവാണ്. വരാം. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉള്ളത് ബത്തേരിയാണ് കേട്ടോ. കൽപ്പറ്റയിൽ നേരെ ബത്തേരി വന്നിട്ടുണ്ട്. ഇത്
എൻ്റെ അമ്മായിൻ്റെ മരുമോള്, അതായത് ഉപ്പാൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ പെണ്ണുങ്ങൾ. അപ്പം എനിക്കാരാ? എനിക്ക് അമ്മായി ആരോ. അപ്പം അവര് പുതിയതായിട്ട് ഇവനെ കൊണ്ട് കുടുങ്ങിയല്ലോ. ഇത് നമ്മള് കുട്ടിച്ചാവാൻ കേട്ടോ. ഇതിനെ കൊടുക്കണ്ട കേട്ടോ. ഇവനെ കൊടുക്കണ്ട്, ഇവനെ കൊടുക്കണം നമ്മള്. ഗീവ കൊടുത്താലോ അവനെ? ഇവനെ ഗീവ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? തിരിച്ചു ഇവനെ പിറ്റേ ദിവസം ഉണ്ടാക്കും. ഓക്കെ. അപ്പം ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ്. താരം, എന്റെ താരം നോക്കി നല്ലോണം കാണും. എന്നാ കാണിക്കണം, നല്ലോണം കാണണ്ടേ, കാണിക്കണ്ട. ഇനി ഒരു 5 ദിവസം കഴിഞ്ഞ് എത്ര ദിവസം കൊണ്ട് പോകുന്നുണ്ട് ഈ താരം? 2 ആഴ്ച. ഈ ഒരു ബോട്ടിൽ തീരുമ്പോഴത്തേനും ഇതിന്റെ താരമ്മ ഒരു താരം ഉണ്ടാവില്ല എന്നാണ് ഇവരെ കോൺഫിഡൻറ്റ്. അപ്പം ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇത് വയനാടൻ സ്പെഷ്യൽ ആട്ടോ, നമ്മളെ സ്വന്തം, നമ്മളെല്ലാവരും വയനാട്ടുകാരാണ്, അതുകൊണ്ട് വയനാടൻ സ്പെഷ്യലാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പം സ്പെഷ്യൽ ഓഫറും കാര്യങ്ങളും കൊടുക്കേണ്ട. അപ്പം ഹാപ്പി 7 days ബത്തേരിയിലാണ് ഇത്. പ്രൊഡക്റ്റ് ഒരു ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. ആദ്യമായിട്ടാണ് ഷോപ്പിൽ വിറ്റിട്ട് ലോഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ഇത് സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടുന്ന് ഇങ്ങനെ ഉയരങ്ങളിലോട്ട് എത്തിട്ട് കഴിഞ്ഞിട്ട് വേണം കൊടീശ്വരന്മാരല്ലേ. അപ്പം ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഇതിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ ഓൾ ഇന്ത്യ അല്ലേ, ഓൾ ഇന്ത്യ ലെവലിൽ ഇല്ലെങ്കിൽ വിദേശത്ത് കഴിക്കോ, എവിടെ ആണെങ്കിലും ഈ നമ്പർ വാട്സപ്പ് ഉണ്ട്. ഈ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മേടിക്കാം. 100% ഗ്യാരണ്ടിയാണ്. പോയിട്ടില്ലെങ്കിൽ തിരിച്ചെടുക്കുക. അതാണ് വേണ്ടത്. 100% കോൺഫിഡൻ്റ് ആയിട്ടാണ് പറഞ്ഞത്. പോയിട്ടില്ലെങ്കിൽ പൈസ തിരിച്ചു. അത് വിചാരിച്ച് നോണ അറിയരുത് കേട്ടോ, ഉറപ്പാണ്. പിന്നെ അര കുപ്പി ഉപയോഗിച്ച് വന്നിട്ട് ഇത് പറയരുത് കേട്ടോ. ഇന്നെ പോലെ യൂസ് ചെയ്തിട്ട് താരം പോയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല കേട്ടോ. റെഗുലർ ആയിട്ട് സോപ്പും ഓക്കെ. അത് നിങ്ങൾ എന്തായാലും ഇവർ ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായാലും പറഞ്ഞു കൊടുക്കില്ല ഇവർക്ക് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവർ പറഞ്ഞുതരും എങ്ങനെ യൂസ് ചെയ്യേണ്ടത്. എല്ലാ ദിവസവും ഒന്നും യൂസ് ചെയ്യണ്ട. ഇത് 200 ml മേടിച്ച ഒരു മാസത്തിനുണ്ടാവില്ല. ഒരാൾ യൂസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഫാമിലി മൊത്തത്തിലൊന്ന് യൂസ് ചെയ്ത് എന്നിട്ട് നമുക്കറിയാലോ. അപ്പം ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവും. ഞാൻ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി. ഇത് പിറ്റേ ദിവസം ഏത് കൊല്ലം എടുത്തിട്ടതാ? ഓരിവിടെ വൃത്തിയാക്കിയായിരുന്നു. ഇത് ഇത് ഗൾഫിൽ നിന്ന് വന്ന പുട്ടുപൊടിയാന്ന് തോന്നുന്നു. അത്രയും കൊല്ലം പഴക്കണ്ട്. എക്സ്പയറി ഡേറ്റ് 2023 9 മാസം കഴിഞ്ഞു. ഞാൻ എടുത്തോളേ, എടുത്തൊക്കെ ആരുണ്ടോന്ന് പിന്നെ അതൊക്കെ ഗൾഫിൽ നിന്നാണ്. നിങ്ങളെ കൊണ്ടുവന്നുണ്ട്. ഹലോ, പിന്നെ വേറൊരു കാര്യം, നമ്മള് ബാക്കിയുള്ള കാണിച്ചിട്ടില്ല. ഒന്ന് നടക്കുകയാണെങ്കിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യട്ടാ. ക്ലീൻ ചെയ്തിട്ട് ഇത് ക്ലീൻ ആക്കി നിസ്കാര റൂം കൊണ്ടിടുക. എന്നിട്ട് വേണം ആ ചേച്ചീനെ ഇവിടെ കൊണ്ടുവന്ന് കിടത്താൻ. ചേച്ചി ഇപ്പൊ മുകളിലെ കിടക്കുന്നത്, അതുകൊണ്ട് ഇനി ചേച്ചീന്റെ നാട്ടത്തും താഴെ കിടക്കണം. നമ്മള് താഴെ ചേച്ചി തട്ടും പുറത്താ. നടക്കൂ. ഓക്കെ, അപ്പൊ അതാ അടുക്കളയത്തെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് കഴിഞ്ഞിക്കൊന്നുമില്ല. ലൈറ്റ് പിടിപ്പിച്ചിട്ടില്ല, ബാക്കി എല്ലാ പരിപാടി ഇതും കഴിഞ്ഞില്ല. സീലിങ്ങിന്റെ പണി ഇന്നലെ പൂർത്തിയാക്കി. നല്ല രസമുണ്ട് കേട്ടോ സീലിങ്ങിന്റെ പണി. അത്യാവശ്യം നല്ല ഐഡിയ. എങ്ങനെ ഉണ്ട്? ഏത് ഐഡിയ? കുഴപ്പമൊന്നുമില്ല, നല്ല ഐഡിയ. എന്റെ ഐഡിയ ഇതൊക്കെ എന്റെ ഐഡിയ. ഇനിയിപ്പോ അവിടെ നെറ്റ് അടിക്കാനുണ്ട്. നെറ്റ് അടിക്കാണ്ട് അറ്റത്തില്ല. എന്ന് വരുമോ? വന്ന് ഇപ്പൊ പോയത്. ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പോന്നോ? എന്തിനു പോയതാ? മറ്റോനെ കൂട്ടാൻ പോകണം. അതിന് അത് പറയാൻ ഇവിടെ വന്നിക്ക. അല്ല, എന്തോ സാധനം എടുക്കാൻ വന്നതാ. എന്നാ വരും. സാധനം എടുക്കാൻ വേണ്ടി വന്നാ. ഓനെ കൊല്ലൊന്നും വന്നിക്കില്ല. കാരണം പേറ്റ് പണി കഴിഞ്ഞ് പിന്നെ ഇവലെ ഇതും കഴിഞ്ഞ്. ഇനി ഇത് പെരുന്നാൾ എന്റെ പിറ്റാക്കുള്ളൂ. ഇതിന്റെ അപ്പൊ ഓന്റെ കൂടെ കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കാം. തോന്നലാണ്. എന്റെ റൂമിന്റെ പണി ഇന്ന് വരും. ഇന്നലെ വരൂ.
ഇന്നലെ ഒരു ബായി വന്നിട്ട് റൂമിന് ഒരു കൊട്ടേഷൻ തന്നിട്ട് പോയി. ആ. ബായി ഭയങ്കര പൈസ പറയുന്നത്. ആണോ? അപ്പം ഇന്ന് വേറെ നമ്മളൊരു ചെക്കൻ്റെ ഫ്രണ്ട് ഓനിപ്പോ വരും. എവിടെയുള്ള? ഓൻ കക്കായിലുള്ള. ഓൻ വന്നിട്ട് നിങ്ങളോട് പറഞ്ഞില്ല? എല്ലാരാ? ആ അതിന്റെ ഫ്രണ്ടാ, ഞാൻ ഓനെ മറന്നു പോയതാ. ഓൻ വരും. ഓൻ വന്നിട്ട് നോക്കട്ടെ പറഞ്ഞിക്കണ്. ഏതാ ഫ്രണ്ട്? ആരാ? മുനിവർ എന്ന് പറഞ്ഞിട്ട് അനസിന്റെ റൂമൊക്കെ ഓനാ പണിയെടുത്ത്. എന്നാ പിന്നെ എനിക്ക് അന്നേരം ഒന്നും ബോധല്ലേനോ. നോക്കി ഇതിന് പകുതി ഉണ്ടല്ലോ വേണ്ടാതെ എടുത്തു വെച്ച സാധനങ്ങളാണ്. വേണ്ടാത്തൊന്നും. 1200 സാധനം അത്. എന്താണത്? എന്താണെന്നറിയോ? തേനോ? ഇതൊന്നും കുടിക്കണമൊന്നുമില്ലല്ലോ തൊടൂല. ഇതൊക്കെ സെറ്റാക്കിട്ടാ തരൂല്ല, നമ്മക്ക് ഓർമ്മണ്ടാവില്ല. ഇത് സെറ്റാക്കി, ഇത് സെറ്റാക്കി ഗ്ലാസ് എന്താ അളവ് കൊടുത്തിട്ടുണ്ട്. ഇത് സെറ്റാക്കി കപ്പ് എക്സ്ട്രാ എന്താ രാവിലെ തുടങ്ങിയ പണിയാ ഇതല്ലോ. ഉപ്പച്ചി ഉണ്ടായോണ്ട് ഇങ്ങനെ പണിയെടുത്ത് പോണു. ഇതൊക്കെ ഉമ്മ ചെയ്തത്, ഉപ്പച്ചി ചെയ്തൊന്നല്ല. അത് സെറ്റാക്കി, സെറ്റാക്കിയത് മാത്രമേ കഴിക്കൂ. സെറ്റാക്കി. പിന്നെ ഇത് ഉപ്പച്ചിന്റെ കബോർഡാ. ഉപ്പച്ചി സെറ്റാക്കിയ മെഡിസിൻ കബോർഡ്. ഇതാ ഇത്രയും മേടിച്ചിട്ട് ഉപ്പച്ചിക്കോ? ഒഴിവാക്കാൻ ഒഴിവാക്കണ്ട ഉപ്പച്ചി, ഉപ്പച്ചി ഒഴിവാക്കൂല. എല്ലാവർക്കും ഓരോ വിശ്വാസം ഉണ്ട് അല്ലേ? ഞാൻ വിചാരിച്ച് ഉമ്മാക്ക് മാത്രമേ ഉള്ളൂ. ഇനി എന്റെ മോളത്തെ കട്ടിലെ അലമാരൊക്കെ താഴെ ഇറക്കണം, നമുക്ക് തന്നെ ഇറക്കണം. ചിത്രേച്ചി നമ്മള് പോയി വന്നിട്ടുണ്ട് കേട്ടോ. ചിത്രേച്ചിതാ പുറകിലെവിടോ ചിത്രേച്ചി ഇവിടെ തുറക്കുക. ഇനിയിപ്പോ ഇതാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നാക്കി. ഇനിയിപ്പോ ഇത് നിസ്കാര റൂം. ഇപ്പൊ ടേബിൾ എവിടെ ഇടാനോ ഇപ്പൊ തുടച്ചതാ, കേറില്ല. എവിടെ ഇടാനോ ഉദ്ദേശിക്കുന്നത്? ആ സാധനം ഇപ്പുറത്ത് വെക്ക, മഞ്ചാടി പുറത്ത് കൊണ്ടിട്ട്. ഓക്കെ, ചേച്ചി ഇവിടെ തുറക്കുന്നുണ്ട്. രാവിലെ മാത്രം കുറച്ച് വെയിലുണ്ടല്ലേ? റോഡിന്റെ പണി ഡാഡിക്ക് കൊടുക്കുമ്പോ നാളെ സലാമക്ക വന്നില്ല രാത്രി. വന്നിരുന്നോ? അപ്പച്ചക്ക് ഫോൺ പിടിക്കേ. ഇപ്പച്ചി ഒരു കാര്യം തീരുമാനിച്ച അത് പിന്നെ ഇതെന്തായി? റോഡ് പണി കൊത്തി പൊളിച്ചാണ്, ഒറ്റ ബ്ലോക്കായി, ഒന്നും പോകാൻ പറ്റില്ല. ഇപ്പൊ ആംബുലൻസിനോട് പോയി. അത് നന്നായി. എന്താ അറിയോ, എന്നാ പണി എടുക്കുമല്ലോ. നാളെ നാക്കും, നാളെ കോൺക്രീറ്റ്. ഇന്ന് നല്ല വെയിലുണ്ട്. നാളെ ഇത് പറഞ്ഞിട്ട് കാര്യത്തില്ല, സാധനത്തിന്റെ. ഓ, ഇന്ന് വെള്ളിയാഴ്ച ആയിക്കോട്ടാണോ? അത് സോപ്പാണ്. എന്റെ കൂട്ടുകാരൻ നമ്മളെ നിങ്ങൾ യൂസ് ചെയ്ത് തീർത്താ? എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ യൂസ് ചെയ്തോളി. ഓക്കെ, വേറെന്താ കാണിക്കാനുള്ളത്? ഇതൊരു പ്രത്യേക ബൾബാ. ബൾബല്ലല്ലേ, ലൈറ്റ് അല്ലേ? ഇതെന്താ അറിയോ? അത് ഞാൻ കൊണ്ടുവന്നല്ല, അതുകൊണ്ട് എനിക്കറിയാലോ. സ്വന്തം വെള്ളം. ഞാൻ വളരെ തീർന്നോ? ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നിട്ട് 2018 വന്നല്ലേ? നിങ്ങൾ XNRIയും ഞാൻ ന്യൂ ആണ്. ചെടിയൊക്കെ എടുത്ത് വലിച്ചേരി. ഈ ചെടി ഇവിടെ വെച്ചിട്ട് ഇപ്പൊ എന്ത് കിട്ടാൻ? ഞാനും വലിച്ചെറിയും. എനിക്ക് ഇഷ്ടല്ല ഇതൊക്കെ എടുത്ത് വലിച്ചെറിയും. ചെടി അക്കു വരാത്. അത് ശരി, ഇതൊക്കെ ഒരു മിനിറ്റ്. ഇത് അക്കുവിന്റെ വാപ്പ, ഇത് അക്കുവിന്റെ മൂത്തേട്ടൻ ഈ സംസാരിക്കണേ. ഇളയത് ചെടി വലിച്ചിട്ടുണ്ടെങ്കിൽ അക്കുങ്ങളെ വലിച്ചെറിയും. ചെടീന്റെ നമുക്ക് കാണാല്ലേ? ചെടി കൊണ്ടാച്ചിരിക്കുന്ന കൊച്ചിന്നോ? വീണ്ടും പോയിക്കോടി നിങ്ങളടുന്ന്. ഇതൊക്കെ ആരെങ്കിലും നുള്ളുന്ന ഓരോന്നോരോന്ന്. ഞാൻ തലവെച്ചു. മണി പ്ലാന്റാ ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ നിങ്ങൾ തുള്ളി വെള്ളം പോലും ഒഴിച്ചു കൊടുത്തു. വെള്ളം വെക്കലുണ്ട്. ഇതൊക്കെ ഒന്ന് കഴുകി. ഇപ്പൊ എവിടെ വെള്ളം? അത് ശരി, ദിവസം വെള്ളം വയ്ക്കാൻ പറ്റൂല. ഇതൊന്ന് കൈ വൃത്തിയാക്കട്ടെ ആദ്യം, എന്നിട്ട് നിസ്കാര റൂമ് കൊണ്ടാക്കുമെങ്കിൽ. ഓക്കെ, അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എത്രയുള്ളൂ? പോത്തിന് വാങ്ങി നിങ്ങള്? എന്നിട്ട് എവിടെ? പള്ളി കിള്ളിയാ? അതന്നെ പോത്താടുണ്ടല്ലോ, ഞാൻ കണ്ടില്ല ഇതുവരെ. അത് നമ്മളവിടെ ലാലിക്കാൻ്റെ ഉപ്പിലിട്ട് നെല്ലിക്കണോ? 2 ഉപ്പിയുണ്ട്. ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ഈ പണിയൊക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾ വീഡിയോ എടുക്കി, നല്ല രസമുള്ളൂ. ആരെ വീഡിയോ എടുക്കാനോ? ഞാൻ എടുക്കും, ഞാൻ വരാം. അപ്പൊ നമുക്ക് ഇതൊക്കെ ക്ലീൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ശരി ഗായ്സ്, ബൈ.